കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രത്തിലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കും മുന്നേ നവ്യ അറിഞ്ഞത് ബേബിയമ്മയുടെ മരണവാർത്തയായിരുന്നു. നാത്തൂനായ ലക്ഷ്മിയാണ് നവ്യയെ ഇക്കാര്യം വിളിച്ചറിയിച്ചത്. ഉടൻ തന്നെ കൊച്ചിയിലെ വീട്ടിലേക്കെത്തി അച്ഛനെയും മകനെയും കൂട്ടി ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു നവ്യ. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭർതൃവീട്ടിലേക്ക് നവ്യ എത്തിയത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ്. ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന അമ്മയെ കണ്ടതും കണ്ണു നിറഞ്ഞു തുളുമ്പുകയായിരുന്നു നവ്യയ്ക്ക്. തുടർന്ന് വീടിന് അകത്തും പുറത്തുമെല്ലാമായി നിന്ന നവ്യയും അച്ഛനും ചേർന്നാണ് മകൻ സായിക്കുട്ടനെ ചടങ്ങുകൾക്കായി തയ്യാറാക്കിയത്. കുളിച്ച് ഈറനോടെ നിന്ന് ചടങ്ങുകൾ ചെയ്ത സായിക്കൊപ്പം നവ്യയും എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്നു. ശേഷം കയ്യിൽ കർമ്മി നൽകിയ എള്ളും അരിയും പൂക്കളും കൈക്കുമ്പിളിൽ ഇറുക്കിപ്പിടിച്ച് നാത്തൂനു പിന്നാലെ നവ്യ അമ്മയുടെ മൃതദേഹം വലം വച്ചത് വിങ്ങിപ്പൊട്ടിയാണ്. ചടങ്ങുകൾക്കിടെ അമ്മയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോഴായിരുന്നു ആ കരച്ചിൽ നിയന്ത്രണം വിട്ടുപോയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും എത്തിയത്. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വവും സ്നേഹവുമൊക്കെ മനസ്സിൽ നിറച്ച ബേബിയമ്മ നവ്യയ്ക്ക് സ്നേഹം വാരിക്കോരി നൽകിയിരുന്നു. ഏറെക്കാലമായി അസുഖബാധിതയായിരുന്ന ആ അമ്മ മരണത്തിലേക്ക് പോയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടെങ്കിലും ആ സങ്കടക്കടലിൽ നിന്നും കരകയറുവാൻ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കുമൊന്നും കഴിഞ്ഞിട്ടില്ല. മകൻ സന്തോഷ് മേനോന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് ബേബിയമ്മയുടെ മരണവാർത്ത പുറം ലോകം അറിഞ്ഞത്. പിന്നാലെ നവ്യയും അമ്മ നൽകിയ സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ എഴുതിയപ്പോൾ ശരിക്കും കണ്ണീരണിയുകയായിരുന്നു പ്രേക്ഷകരും. നവ്യ വീട്ടിലെത്തിയപ്പോൾ അമ്മയ്ക്കരികെയുള്ള അവസാന നിമിഷങ്ങളിൽ സങ്കടമടക്കാൻ കഴിയാതെ തളർന്നിരിക്കുന്ന സന്തോഷിനെയാണ് കണ്ടത്. വീട്ടിലെ ഹാളിൽ തന്നെയാണ് ബേബിയമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. കയറി ചെല്ലുമ്പോൾ തന്നെ സന്തോഷും സോഫയിൽ ഇരിക്കുകയായിരുന്നു. വീടിനകത്തെ ഹാളിലെ സോഫയിൽ തലകുമ്പിട്ട് സങ്കടമടക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു സന്തോഷ്. തൊട്ടരികെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഹൃദയം നുറുങ്ങി നിൽക്കുന്ന നവ്യയെയും പിന്നീട് വീഡിയോകളിൽ ആരാധകർ കണ്ടു. അകത്തുനിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സന്തോഷിനരികിലേക്ക് പോകുന്ന നവ്യയാണ് ഒരു വീഡിയോയിൽ കാണാൻ കഴിയുക. മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലേക്ക് നവ്യയും മകൻ സായിക്കുട്ടനും അച്ഛനുമെല്ലാം എത്തിയിരുന്നു. സായിക്കുട്ടനാണ് അച്ഛമ്മയുടെ ചടങ്ങുകളെല്ലാം ചെയ്തത്. കുളിച്ച് ഈറനോടെ ചടങ്ങുകൾ ചെയ്യാൻ മകനൊപ്പം അച്ഛനും നവ്യയുമെല്ലാം നിന്നു. പെരുന്നയിലെ വീട്ടുവളപ്പിൽ തന്നെയാണ് ബേബിയമ്മയുടെ മൃതദേഹം സംസ്കരിച്ചതും. ഭർത്താവിൻ്റെ മരണശേഷം 2 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ ബേബിയമ്മയ്ക്ക് നവ്യയെ ഏറെ ഇഷ്ടമായിരുന്നു. നന്ദനത്തിലെ ബാലാമണിയെ കണ്ടാണ് നവ്യയെ ബേബിയമ്മ സ്നേഹിച്ചു തുടങ്ങിയതും മരുമകളായി ആ വീട്ടിലേക്ക് എത്തിച്ചതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.